എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ റീഫ്രഷിംഗ് ഡ്രിങ്ക് ആയിട്ടുള്ള സംഭാരത്തിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളും ഭയങ്കര ടേസ്റ്റി ഭയങ്കര ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. വളരെ സിമ്പിളായിട്ട് സംഭാരം വളരെ ടേസ്റ്റിൽ എങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സംഭാരം റെഡിയാക്കുന്നതിനായിട്ട് ഞാനൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടിയിലൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഒരു 250 ml കപ്പിനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു തൈരിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഞാൻ 250 ml കപ്പിന് 5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സംഭാരം എപ്പോഴും കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റ്. ഇനി നമുക്ക് ഈ ഒരു മോരിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഇടികല്ല് നമുക്ക് എടുക്കാം. അപ്പം അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു 4-5 ചെറിയുള്ളിയാണ്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഈ ഉള്ളി നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അതിനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നു. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇടിച്ച് എടുക്കാം. പച്ചമുളക് നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കാം. കറിവേപ്പില നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഈ മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള സംഭാരം റെഡിയായി. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. ഈ ചൂട് കാലത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്